ഹായ് ഫ്രണ്ട്സ്, നേരെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഏട്ടന്റെ ശക്തമായ തിരിച്ചുവരവ്. ജിത്തു ജോസഫ്, ലാലേട്ടൻ അഗെയിൻ നേര്. ഗംഭീര ഫിലിം, ഗംഭീര എക്സ്പീരിയൻസ് കിട്ടിയ ഫിലിം തന്നെയാട്ടാ. 2 മിനിറ്റ് 27 സെക്കൻഡ്, 1 മിനിറ്റ് പോലും ബോറടിക്കാതെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തില്ലെന്ന് പറയില്ലേ, പക്ക കോ ഡ്രാമ. പിന്നെ എടുത്ത് പറയേണ്ടത് ചില പെർഫോമൻസുകൾ. ലാലേട്ടനെ നമുക്ക് തിരിച്ചിട്ടൊരു ഫീൽ ആയിട്ട്, അത് വിന്റേജ് ലാലേട്ടന്റെ മുഖത്ത് വരുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ പറ്റി. ഫ്ലെക്സിബിൾ ആയിട്ട് 1-2 കോമഡികളൊക്കെ പറയുന്നുണ്ട്. ശരിക്ക് ലാലേട്ടാ, യു ആർ ഗ്രേറ്റ്. പിന്നെ എടുത്തു പറയേണ്ടത് അനശ്വര രാജ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അനശ്വര രാജിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവ് തന്നെയോ, അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിദ്ദിഖ് നമുക്കറിയാം, പ്രിയാമണി, അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, പിന്നെ എല്ലാവരും ഇതിൽ ഓരോ ജഗദീഷ്, എല്ലാവരും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ചെറിയ റോളിൽ വന്ന എല്ലാവരും പോലും ഇതിലെ നെഗറ്റീവ് റോൾ ചെയ്തിട്ടുള്ള ആളുടെ ക്യാരക്ടർ രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം ടെക്നിക്കൽ ടീം അറിഞ്ഞാടിയിട്ടുണ്ട്. BGM ഈ പടത്തിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നതിന് BGM ആട്ടോ. ഓരോ സീനുകളിൽ വന്നു പോകുന്ന BGM ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ നമ്മൾ കണ്ണ് നനയിപ്പിക്കുന്ന 1-2 സീനൊക്കെ ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന BGM വേറെ ലെവൽ. പിന്നെ ക്യാമറ, അത് ജിത്തു ജോസഫിന്റെ ഫ്രെയിം നമുക്കറിയാം, ഓരോ ഷോട്ട് എടുക്കണോ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടന്റെ പെർഫോമൻസ്, ലാലേട്ടൻ ഇതില് ആ പഴയ ലാലേട്ടൻ ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ എന്നുള്ള പറഞ്ഞ പോലെ മുഖത്ത് മാറി മാറി വരുന്ന എക്സ്പ്രഷൻസ്, കോമഡി, 1-2 കോമഡികളൊക്കെ പറയില്ല, എന്തൊരു രസമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ. പിന്നെ പടത്തിന്റെ കഥ ജിത്തു ജോസഫ് പറഞ്ഞിരുന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിലൊരു കേസന്വേഷണമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, സ്പോയിലർ ആവും, നല്ല സ്പോയിലർ കണ്ടന്റ് ആണ്, കൂടുതൽ പറയുന്നില്ല. പക്ഷെ അത് ആരാന്നും, ആ കുറ്റം ചെയ്ത ആരാന്നും, അതിന്റെ പ്രതി ആരാന്നൊക്കെ പടം തുടങ്ങുമ്പോൾ അറിയാം. അത് തെളിയിക്കണം, ആ കേസ് തെളിയിക്കണം. അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ശക്തമായിട്ടുള്ള കോർട്ടിൽ നടക്കുന്ന ഇതാണ് കാണിക്കുക, ഇന്ററാക്ഷൻസ് ആണ് കാണിക്കുന്നത്. സിദ്ദിഖും ലാലേട്ടനും തമ്മിൽ തീപ്പൊരി സാധനട്ടോ. അത് ലാലേട്ടൻ മെല്ലെ മെല്ലെ തുടങ്ങി, പിന്നെ കത്തി കയറുന്ന നമുക്ക് കാണാം. പടത്തിന്റെ രീതി ആണ്, സ്ലോവിൽ തുടങ്ങി ഇന്റർവെല്ലിൽ നല്ലൊരു ശക്തമായ ഒരു ട്വിസ്റ്റിലേക്ക് എത്തിച്ച് ക്ലൈമാക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചു, പക്ഷെ ഇതുവരെ മലയാള സിനിമ കാണാത്ത രീതിയിലൊരു ക്ലൈമാക്സ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് തന്നെയാണ്. അത് ഗംഭീരാക്കിയിട്ടുണ്ട്, അതിഗംഭീരാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞൊക്കെ സ്പോയിലറായി പോകും. കാരണം ഈ പടം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൽ ഓരോ സീനുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക, ഈ ഫാമിലി ആയിട്ട് ആഘോഷിക്കും ക്രിസ്മസിന് നേര്. ഇതൊരു ഷുവർ ഹിറ്റ് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. നമ്മുടെ ലാലേട്ടന്റെ തിരിച്ചുവരാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ നേരിലൂടെ തിരിച്ചു വന്നു. ഇനി മലയക്കോട്ടെ വാലബിനുണ്ട്, അതുകൊണ്ട് എന്താ പറയാ, പന്തലിച്ച് പൊട്ടിത്തെറിച്ച് ആ രീതിയില് അടുത്ത പടങ്ങൾ വരാൻ പോവും. അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവാണ് അടുത്ത പടങ്ങളൊക്കെ. അപ്പോ എക്സൈറ്റ്മെന്റും സന്തോഷവും കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ആവേശം ഒക്കെ കിട്ടിയ ഫീലിലാണ് സംസാരിക്കുന്നത്. അതാണ് ഇത്ര ഇത്. ഒന്നും ആലോചിക്കണ്ട, പോയി പടം കാണുക. നമ്മുടെ ലാലേട്ടന്റെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക, പടം കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇതിപ്പോ പറയുന്നില്ല. ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പടം കഴിഞ്ഞിരിക്കുന്ന എക്സൈറ്റ്മെന്റ് ആണ് ഫുള്ള്. അപ്പൊ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ പടത്തിനെ കുറിച്ച്. വലിയൊരു സംസാര വിഷയമാക്കേണ്ട സബ്ജക്റ്റും കൂടി, ഇന്ത്യൻ നിയമാവസ്ഥയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സബ്ജക്റ്റും കൂടിയാണ്. ക്ലൈമാക്സിലൊക്കെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ നമ്മൾ പറയൊരു ഡീറ്റെയിൽ വീഡിയോയിൽ. ഇപ്പൊ അത് കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോയി, അതൊരു സംശയം. ഇപ്പൊ നിങ്ങൾ പോയി ഒന്നാലോചിക്കണം, ടിക്കറ്റ് എടുക്കുക, പടം കാണാം വിത്ത് ഫാമിലി. ഹാപ്പി ക്രിസ്മസ്.